ഒന്ന് ശബരീഷിൻ്റെ പെർഫോമൻസ്, രണ്ട് ആ ക്ലിഫ് ഹാങ്ങർ എൻഡിങ്. സിനിമാ താരങ്ങൾ കരിക്കിലേക്കൊന്ന് അഭിനയിക്കുന്ന രീതിയിലേക്ക് കരിക്ക് വളർന്നു. തേരാ പറയാൻ മിസ് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ വേറൊരു ചോദ്യം വരാം, കരിക്കിന് അത്തരം ഷോർട്ട് ഫോം എക്സ്പ്ലോസീവ് കോമഡി ചെയ്യാൻ പറ്റുമോ? പറ്റും. അവരത് റിങ്ക റിങ്ക റോസയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഹാഷിർ, സാബർ, ശ്രീകാന്ത് കെട്ടിയാർ, കൂഡോസ് മീഡിയ, യുറേക്കാസ്റ്റ്, തേരാപ്പാര അവസാനിച്ച് അന്നോട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കരിക്ക് സിനിമയിൽ. കരിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോകളും കുക്കിംഗ് വീഡിയോകളും വാണിരുന്ന മലയാളം യൂട്യൂബ് സ്പേസിൻ്റെ ജാതകം തിരുത്തി കുറിച്ച കൾച്ചറൽ ഫിനോമിനൻ. കരിക്ക് വെട്ടിത്തെളിച്ച വഴിയിലൂടെ നടന്ന ആളുകൾ അഭിനയിച്ച സിനിമ സക്സസ്ഫുള്ളായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ കരിക്ക് റിലീസ് ചെയ്ത വീഡിയോയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും വിമർശനങ്ങൾ കിട്ടുന്നുണ്ട്. സോ കരിക്കുണങ്ങി കൊട്ടത്തേങ്ങ ആയോ, ഓർ ആർ ദേ ഗെറ്റിംഗ് ഓവർ സ്ക്രൂട്ടിനൈസ്ഡ്? അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ കരിക്കിൻ്റെ വീഡിയോസ് ക്രോണോളജിക്കൽ ഓർഡർ ഇരുന്ന് കാണാൻ തുടങ്ങി. എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് പ്ലാൻ ആയിരുന്നു എന്നതാണ്. അതായത് ആദ്യം ഫിഫ വീഡിയോകളിലൂടെ ഒരു ഇനീഷ്യൽ ഫോളോയിങ് ഉണ്ടാക്കുന്നു, അതിനുശേഷം തേരാപ്പാര ലോഞ്ച് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കരിക്കിൻ്റെ വീഡിയോ തേരാപ്പാരയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതാണ് അവസ്ഥ. എന്നെ പേഴ്സണലി പിടിച്ചിരുത്തിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശബരീഷിൻ്റെ പെർഫോമൻസ്, രണ്ട് ആ ക്ലിഫ് ഹാങ്ങർ എൻഡിങ്. ജോർജ് വന്നിട്ട് എടാ പട്ടി ലോല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ വലിച്ചെറിയുന്ന ആ ക്ലിഫ് ഹാങ്ങർ എൻഡിങ്. ഈ ക്ലിഫ് ഹാങ്ങറിൻ്റെ പരിപാടി കരിക്ക് ഒരുപാടെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഷിബുവിൻ്റെ ജോലി എന്താണ്, ശംഭു എങ്ങനെയാണ് ഫ്രാൻസിസിനെ ഡീൽ ചെയ്യുന്നത്, ബംഗാളിനെ മോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടത് ആരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ അവർ നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തു. കരിക്ക് തേരാപ്പര അവസാനിക്കാറായപ്പോഴേക്കും സിനിമാ താരങ്ങൾ കരിക്കിലേക്കൊന്ന് അഭിനയിക്കുന്ന രീതിയിലേക്ക് കരിക്ക് വളർന്നു. നമ്മൾ ബീറ്റിൽസിൻ്റെ കാര്യത്തിൽ പറയാറുണ്ട്, എങ്ങനെയാണ് ജോൺ ലെനനും പോൾ മക്കാർട്ട്നിയും ജോർജ് ഹാരിസണും റിംഗോ സ്റ്റാറൊക്കെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചത്. അതുപോലൊരു അത്ഭുതമാണ് കരിക്കിൻ്റെ എൻ്റയർ ടീം എങ്ങനെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ളത്. കാരണം അത്രത്തോളം ടാലൻറ്റഡ് ആയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എൻഹാൻസ് ചെയ്യുക, യാതൊരു ഈഗോ ക്ലാഷും ഇല്ലാതെ ഇത്രയും കാലം ഒരു ടീമായിട്ട് നിലനിൽക്കുക, അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. തേരാപ്പാര കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോകളുടെ എല്ലാം കമൻറ്റ് ബോക്സിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലും തേരാപ്പാരയെ മിസ് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അടുത്ത സീരീസ് ലോഞ്ച് ചെയ്തത് +2. തേരാപ്പാര ഒരു വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ ആയിട്ടാണ് ഫീൽ ചെയ്തതെങ്കിൽ +2 അതിന് നേരെ തിരിച്ചുള്ളൊരു ഫീലിംഗ് ആണ് തന്നത്. ആദ്യം ഒരു സ്റ്റാൻഡ് അലോൺ വീഡിയോ ചെയ്യുന്നു +2, അതിനുശേഷം അതിന് വെബ് സീരീസ് ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കണ്ടിട്ട് വെബ് സീരീസ് ആക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഒരു ക്യാരക്ടറിനെ സ്കൂൾ മാറ്റി ചേർത്താൽ മതി. പക്ഷെ ഞാൻ പറയുന്നതല്ല, ഒരു 3-4 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴേക്കും ഒരു പ്ലാനിങ്ങിൻ്റെ അഭാവം ഫീൽ ചെയ്യും. ഇതെവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണമെന്ന് അവർക്ക് തന്നെ അറിയാത്ത പോലെ. ക്ലിഫ് ഹാങ്ങറുകൾക്കൊന്നും വെൽ ഡിസേർവ്ഡ് പേ ഓഫുകളല്ല കിട്ടുന്നത്. മേ ബി ഇറ്റ്സ് ജസ്റ്റ് മീ, പക്ഷേ എനിക്ക് തോന്നുന്നത് കോവിഡ് ഒരു എക്സ്ക്യൂസ് ആക്കി അവർ ഈ പ്രോജക്റ്റ് സ്ക്രാപ്പ് ചെയ്തതാണ്. പക്ഷെ അപ്പോഴേക്കും അവരൊരു സേഫ് സോണിലെത്തി. അവരുടെ ആക്ടേഴ്സിൻ്റെ ഫേസസൊക്കെ എല്ലാവർക്കും ഫെമിലിയറായി. ഒരു പ്രോജക്റ്റ് സ്ക്രാപ്പ് ചെയ്താലും ആളുകൾ കളഞ്ഞിട്ട് പോകാത്തൊരു സേഫ് സോണിലേക്ക് അവരെത്തി. ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ മെയിൻ ആർഗ്യുമെൻ്റ് ആയിട്ട് ഉദ്ദേശം എന്താണെന്നറിയോ, കരിക്കിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ ടെക്നിക്കൽ ക്വാളിറ്റി വല്ലാതെ കൂടി, അതിനനുസരിച്ച് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഈ റീവാച്ചിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടില്ല. ജയിൽ ചില്ലിൽ ട്രോള് കിട്ടുന്ന ടൈപ്പ് തമാശകൾ തന്നെയാണ്, അതേ നിലവാരത്തിലുള്ള തമാശകളാണ് തേരാപ്പാരയിലൊക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്. ടെക്നിക്കൽ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. ആ ജമ്പ് ഏറ്റവും അധികം ഫീൽ ചെയ്യുക ഉൽക്കയിലാണ്. ഉൽക്കയിലേക്ക് വരുമ്പോൾ വല്ലാണ്ട് സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകളും സിനിമാറ്റിക് ആയിട്ടുള്ള പ്ലോട്ടും ഒക്കെ ആവും. പിന്നീട് അങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് ലൈനിലേക്ക് കരിക്ക് പോകും. പക്ഷെ ആദ്യകാല വീഡിയോകളിൽ ആ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ ഇല്ലാതിരുന്നവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ വളരെ പേഴ്സണലായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ആദ്യകാല വീഡിയോകളിൽ ചെയ്തിരുന്നത്. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, തൊഴിലില്ലാത്തവരുടെ ദുരിതങ്ങൾ, താടി മീശ ഇല്ലാത്തത്, അത് അച്ഛൻ്റെ പേര് വിളിച്ച് കളിയാക്കുന്ന, അങ്ങനെ ഒരു ക്വിൻറ്റസെൻഷ്യൽ മലയാളി ചെറുപ്പക്കാരനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് ആ ഒരു പേഴ്സണൽ ലാംഗ്വേജ് ഉണ്ടാകുന്നത്, ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ വന്നിട്ട് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ ജീവിതം കാണുന്ന ആ ഒരു റിലേറ്റബിൾ സാധനം വരുന്നത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു റിയൽ വിമർശനം ആദ്യകാല കരിക്ക് വീഡിയോകളെ പറ്റി ഉള്ളതുണ്ടെങ്കിൽ കളർ ഗ്രേഡിങ് മാത്രമാണ്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഷോട്ടുകൾ. സോ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് മാറിയത്? എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നി? മാറിയത് നമ്മുടെ പെർസെപ്ഷനാണ്. നമ്മളിപ്പോൾ ഏത് തരത്തിലുള്ള കോമഡി വീഡിയോകളാണ് കൂടുതൽ കാണുന്നത്? ഷോർട്ട് ഫോമിലുള്ളത്. യൂട്യൂബിലാണെങ്കിൽ ഷോർട്സ്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽസ്.
ഈ ഷോർട്ട് ഫോം കോമഡികൾ കുറേ കൂടി എക്സ്പ്ലോസീവ് ആയിരിക്കും. അതായത് അവർക്ക് കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ കഥാസന്ദർഭങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും ടൈം വേസ്റ്റ് ചെയ്യണ്ട. കുറേ കൂടി സില്ലി ആവാം, കുറേ കൂടി അബ്സേർഡ് ആവാം. നമ്മൾ അങ്ങനത്തെ കോമഡികൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പെർസെപ്ഷൻ മാറിയതാണ്, കരിക്ക് മാറിയതല്ല. അപ്പോൾ വേറൊരു ചോദ്യം വരാം, കരിക്കിന് അത്തരം ഷോർട്ട് ഫോം എക്സ്പ്ലോസീവ് കോമഡി ചെയ്യാൻ പറ്റുമോ? പറ്റും. അവരത് റിങ്ക റിങ്ക റോസയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അവർക്കങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതാണ് ചോദ്യം. കരിക്കുന്ന വലിയൊരു ബിസിനസ്സാണ്. അവരുടെ എല്ലാ വെർട്ടിക്കൽസും സക്സസ്ഫുൾ ആണ്. കരിക്ക് ഫ്ലിക്ക്, കരിക്ക് ട്യൂൺഡ്, കരിക്ക് ഫ്യൂസ്, കരിക്ക് വൈബ്. അങ്ങനെയുള്ള കരിക്കിന് ഈ ഷോർട്ട് ഫോം കോമഡികൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഷോർട്ട് ഫോം കോമഡികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ മലയാളത്തിലുണ്ട്. ഹാഷിർ, സാബർ, ശ്രീകാന്ത് വെട്ടിയാർ, കൂഡോസ് മീഡിയ, യുറേക്ക സ്റ്റോറീസ്, അഫ്രൈന, സ്റ്റെഫി സണ്ണി, ഓഹോ സ്പേസ്, ജിസ്മ വിമൽ, ജൂഡ്സൺ, ജാസിർ, ഐ ആം പ്രോബബ്ലി മിസ്സിങ് സംവൺ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത്രയും ഓവർ ക്രൗഡഡ് ആയിട്ടുള്ളൊരു നീഷിൽ വന്ന് കരിക്കിന് കടിപിടി കൂടേണ്ട ആവശ്യമുണ്ടോ? ലോജിക്കലി കരിക്കിന് ഒരു ഡയറക്ഷനിലെ ഇവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അത് സിനിമയാണ്. അവർ ആ സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 30 മിനിറ്റും 40 മിനിറ്റൊക്കെ വരുന്ന വലിയ വലിയ വീഡിയോകൾ, പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടുതൽ വരുന്ന സിനിമാറ്റിക് ഷോട്ടുകളൊക്കെ വരുന്ന വീഡിയോകൾ, അങ്ങനെയാണ് അവർ ഇവോൾവ് ചെയ്ത് വരുന്നത്. സ്വാഭാവികമായിട്ട് അത് ചെന്ന് അവസാനിക്കുക സിനിമയിൽ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്ന് സിനിമ ചെയ്യാം നാളെ സിനിമ ചെയ്യാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. തേരാപ്പാര അവസാനിച്ച് അന്നോട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കരിക്ക് സിനിമ ചെയ്യുന്നു എന്ന്. അതുകൊണ്ട് ഇവരുടെ ഒരു 5-6 മാസം മുമ്പ് ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. സോ കരിക്കായതുകൊണ്ട് എന്തായാലും നടക്കുമോ ഒന്നും അറിയില്ല. എനിക്ക് തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത്. ഒരു ഫാൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കരിക്ക് 2 രീതിയിൽ സ്പ്ലിറ്റ് ആവണമെന്നാണ്. അതായത് സിനിമ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഒരു ടീം, യൂട്യൂബിലൊരു വേറൊരു നീഷ് കോമഡി ചെയ്യുന്ന, അതായത് ഇവരുടെ ജാമ പോലുള്ള എക്സ്പെരിമെൻ്റൽ കോമഡികൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കരിക്കിന് മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ചാനലിന് ഒരിക്കലും ഒരു നീഷ് ക്രിയേറ്റർ ആവാൻ കഴിയില്ല. പക്ഷെ അവർക്ക് വേണമെങ്കിൽ ഒരു ചാനൽ കൂടി തുടങ്ങാം അങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ കോമഡികൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഒരു സൈഡ് ക്വസ്റ്റ് പോലെ ചെയ്യാം. അങ്ങനെ ഒരു ടീം, അവർക്കതിനുള്ള റിസോഴ്സുകളുണ്ട്. രണ്ട് രീതിക്ക് സ്പ്ലിറ്റായിട്ട് പോകാനുള്ള അതിനനുസരിച്ചുള്ള ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. സോ ഫാൻ എന്ന രീതിയിൽ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. 2 റൂട്ടിലേക്ക് സ്പ്ലിറ്റായി കരിക്ക് പോകണം. കരിക്കിൻ്റെ സിനിമയും നമുക്ക് വേണം, യൂട്യൂബ് വീഡിയോസും വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഇതാണ് എൻ്റെ കരിക്ക് എവല്യൂഷൻ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കരിക്കിൻ്റെ ഒരു അപ്രീസിയേഷൻ വീഡിയോ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ സ്ക്രൂട്ടിനി ആയോ എന്നറിയില്ല. സോ നമ്മുടെ പോപ്പ് കൾച്ചറിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ് കരിക്ക് എന്ന് പറയുന്നത്. അവർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ടെർമിനോളജികൾ മാത്രം നോക്കിയാൽ മതി. ഫ്രഷ്, നിസ്സാരം, പോസിറ്റീവ് വൈബ്സ്, അങ്ങനെ അത്രത്തോളം നമ്മുടെ മൊത്തം സംസ്കാരത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത രീതിയിലേക്കൊരു വേറൊരു യൂട്യൂബ് ചാനലും വന്നിട്ടില്ല. അപ്പം മേ ബി ഇപ്പം ഹാഷിറൊക്കെ വരുന്നുണ്ടാവും, പക്ഷേ അവരുടെ പോലും ആ ഒരു വഴി കാണിച്ചു കൊടുത്തത്, ഇങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുന്നൊരു സാധ്യത കാണിച്ചു കൊടുത്തത് കരിക്ക് തന്നെയാണ് പയനേഴ്സ്. സോ അതാണ് വീഡിയോ. നത്തിങ് ബട്ട് റെസ്പെക്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.